എറണാകുളം കളമശ്ശേരിയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തവരെ പ്രതിസന്ധിയിലാക്കി റവന്യൂ വകുപ്പ്. ലഭിച്ച നഷ്ടപരിഹാര തുകയിൽ അധികമായത് 1 മാസത്തിനകം തിരികെ നൽകണമെന്ന് നിർദ്ദേശം. ജപ്തി നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നോട്ടീസിലുണ്ട്. നോട്ടീസിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. 24 സെന്റ് സ്ഥലം എൻ്റെ പോയി. അതിന് എനിക്ക് കിട്ടിയതാണ് 63,64,802 രൂപ. 7,55,601 രൂപ തിരികെ അടക്കണം. 1 മാസത്തിനുള്ളിൽ അടക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് നോട്ടീസ് വന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിനായി സ്ഥലം വിട്ടു നൽകിയ 20ഓളം പേർക്കാണ് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാരമായി അധിക തുക കൈപ്പറ്റിയെന്നും ഉടൻ തിരിച്ചു നൽകണമെന്നുമാണ് നിർദ്ദേശം. ഞങ്ങൾക്ക് സെൻറ്റിന് 2,60,060 വെച്ചിട്ടാണ് അന്ന് തന്നത്. എൻ്റെ ഭൂമിയുടെ മാത്രമായിട്ടാണെങ്കിൽ ഏതാണ്ട് 11 ലക്ഷം രൂപ സംതിങ് ഞങ്ങൾ തിരിച്ചടക്കണം. അപ്പോൾ ഇപ്പോൾ ഈ പൈസ തിരിച്ചടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വീട് വിറ്റിട്ട് വേണ്ടി വരും അടക്കാൻ. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ 30 കിലോമീറ്റർ 4 വരി പാതയായി വിഭാവനം ചെയ്തതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ഒട്ടേറെ പ്രതിസന്ധികളും നിയമ പോരാട്ടങ്ങളും ഉണ്ടായി. കരിങ്ങാച്ചിറ മുതൽ കളമശ്ശേരി വരെ 13 കിലോമീറ്റർ 1ാം ഘട്ടത്തിലും എയർപോർട്ട് വരെയുള്ള 17 കിലോമീറ്റർ 2ാം ഘട്ടത്തിലും പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് NADക്ക് പൈസ അടച്ചു, അതുപോലെ തന്നെ HMDക്ക് പൈസ അടച്ചു എന്നും കാണിച്ചുകൊണ്ട് ഒരു പത്രപരസ്യം വന്നു. കുറച്ച് കല്ലുകളൊക്കെ ഇവിടെ കൊണ്ടിട്ടുന്നല്ലാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1894 നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുത്തതെന്നും 2013 പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൽ വ്യത്യാസമുണ്ടായെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. സർക്കാർ തലത്തിൽ നയപരമായ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നഷ്ടപരിഹാരം ലഭിച്ചെങ്കിലും അധിക തുക തിരികെ അടയ്ക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതോടെ ഇവരുടെ ആശങ്ക ഇരട്ടിയായി. വീണ്ടും ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഭൂ ഉടമകൾ. കൊച്ചി കളമശ്ശേരിയിൽ നിന്ന് അനന്തുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ വൺ.